ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ, ഇന്ന് എൻ്റെ പരീക്ഷണം നടത്തിയ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ പൊറോട്ടയുടെ ഒക്കെ കൂടെ നമ്മൾ ചിക്കൻ കറി കഴിക്കത്തില്ലേ, ഗാർലിക് ചിക്കൻ. അപ്പോൾ ഇന്ന് ഞാൻ ചെറുതായി അതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടോ. അപ്പോൾ പരീക്ഷിക്കാൻ തുടങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ച് പരീക്ഷണം വിജയിക്കുവാണെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണേലും വീഡിയോ എടുക്കാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുത്തതാട്ടോ. അപ്പോൾ എന്താണേലും പരീക്ഷണം എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അത് നിങ്ങളെ കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ചിക്കനൊക്കെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അതൊരു അരമണിക്കൂർ മുളക് പൊടി അല്ലല്ലോ, മൈദാമാവും കോൺഫ്ലോറും പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനാട്ടോ. അതിങ്ങനെ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കും കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ ഇതാ എല്ലാം നന്നായിട്ടൊന്ന് വറന്ന് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഇതാ നമ്മുടെ ഗാർലിക് ചിക്കൻ ആവശ്യമുള്ള വെളുത്തുള്ളിയും ക്യാപ്സിക്കവും സവോളയും കുറച്ച് സ്പ്രിംഗ് ഒനിയനുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതാ പാത്രത്തിൽ കുറച്ച് കോൺഫ്ലോർ, ഒരു സ്പൂൺ കോൺഫ്ലോർ ഇങ്ങനെ വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്ന കേട്ടോ. പിന്നെ ഇതാ ടൊമാറ്റോ കെച്ചപ്പും സോയാ സോസുമാണ്. അപ്പോൾ ഇത്രയും സാധനം കേട്ടോ നമ്മുടെ ഗാർലിക് ചിക്കൻ ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പം ഇതിൻ്റെ ശരിയായ റെസിപ്പി അറിയാവുന്ന കൂട്ടുകാരൊന്നും എന്നെ ചീത്തയൊന്നും പറഞ്ഞേക്കരുത്. ഞാൻ എൻ്റേതായ രീതിയിൽ കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് ഉണ്ടാക്കി കഴിച്ച റെസിപ്പി ആട്ടോ. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ കൂട്ടുകാർ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇതാ ചിക്കനൊക്കെ വറുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് വേറൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച്, ചിക്കൻ വറുത്ത എണ്ണ ആട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ വറുത്ത എണ്ണ ഒഴിച്ച് അതിലേക്ക് ആദ്യം വെളുത്തുള്ളി ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഇങ്ങനെ ചെറുതാക്കി വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തതാട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് ഒരു വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കിന് നമ്മൾ സവോള ഇട്ട് കൊടുക്കുക കേട്ടോ. സവോളയും ഒന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുവാണേ. അപ്പോൾ നമ്മൾ ഈ സവോളയൊക്കെ ഇട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുമൊന്നും വേണ്ട കേട്ടോ. നന്നായിട്ട് ഒത്തിരി വഴറ്റി എടുക്കുന്നില്ലേ, ഒരുവിധം ചെറുതായി ഒന്ന് വാടി വന്നാൽ മതിയേ. അപ്പോൾ ആ സവോള ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ഞാൻ ഇളക്കി കൊടുക്കുക കേട്ടോ. സവോള ഇട്ട് ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ നമ്മൾ ക്യാപ്സിക്കമാണ് ഇട്ട് കൊടുക്കുന്നത്. ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കും കേട്ടോ. സാധാരണ ഹോട്ടലിൽ നിന്നൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ളത് ഇങ്ങനെ ക്യാപ്സിക്കോ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് കിടക്കാതെ നമ്മളിങ്ങനെ കഴിക്കുമ്പം കടിക്കത്തില്ലേ, ആ രീതിയിലാട്ടോ. പക്ഷേ വെന്തിട്ടുമുണ്ട് എന്നാൽ ആ ഒരു ടേസ്റ്റിലല്ലേ, അങ്ങനെയല്ലേ കിട്ടാറ്. ഞാൻ അങ്ങനെയാട്ടോ കഴിച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു ടേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റേതായ രീതിയിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് എനിക്ക് മാത്രം ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ടൊമാറ്റോ കെച്ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1.25 സ്പൂണോളം ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, അളവൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെ അതിൽ നിന്ന് തന്നെ ഇങ്ങനെ കോരി ഒഴിക്കുമായിരുന്നു കേട്ടോ. പിന്നെ സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുത്തേ. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പും സോയാ സോസും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. പിന്നെ എല്ലാ കൂട്ടുകാരും കമൻ്റ് ഇടാൻ മറക്കരുത് എൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി കണ്ടിട്ടേ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നടുക്കൊരു തുളയാക്കിയിട്ട് കുറച്ച് എരിവിനനുസരിച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണേ. അപ്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് 1 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ. എരിവ് കുറച്ച് മതിയായി ഇവിടെ, അതുകൊണ്ടാട്ടോ 1 സ്പൂൺ മുളക് പൊടി ഇട്ടത്. അപ്പോൾ കഴിക്കാൻ കൊള്ളത്തില്ലെങ്കിലും എരിവ് കാരണം കഴിക്കണ്ട എന്ന് വിചാരിച്ചാട്ടോ കുറച്ച് മുളക് പൊടി ഇട്ടത്. അപ്പോൾ മുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കോൺഫ്ലോറിലെ വെള്ളം ഒഴിച്ച് കോൺഫ്ലോർ കലക്കി വെച്ച് അതങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പം ഈ കോൺഫ്ലോർ ഇട്ട് ഒഴിച്ച് കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇങ്ങനെ അടുക്കി പിടിക്കുക. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം കോൺഫ്ലോർ ഇട്ട് കൊടുക്കാനേ. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിങ്ങനെ കട്ട പിടിച്ച് വരുന്നുണ്ട്. അപ്പം അത് ഏകദേശം ഇങ്ങനെ കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ടത് തിക്കായി പോകും. അപ്പോൾ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ, ഇല്ലെങ്കിൽ അത് കട്ട പിടിച്ചിങ്ങനെ ഇരിക്കും ഇളക്കിയില്ലെങ്കിൽ. അപ്പോൾ വെള്ളവും കോൺഫ്ലോറും എല്ലാം നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കുകയാണ്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ വറുക്കാൻ വേണ്ടിയായിരുന്നു ആദ്യം നമ്മൾ ഉപ്പിട്ട് കൊടുത്തത്. പിന്നെ നമ്മുടെ ഈ ക്യാപ്സിക്കത്തിനകത്തൊന്നും നമ്മൾ ഉപ്പിട്ട് കൊടുത്തില്ലായിരുന്നല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പുമൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനെയും കൂടി ഇട്ട് കൊടുക്കുവേ. അപ്പോൾ ചിക്കനും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അധികം നേരം നമ്മൾ വേവിക്കുന്നില്ല കേട്ടോ. ചിക്കനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചതായതുകൊണ്ട് വെന്തിരിക്കുന്നതാണല്ലോ. അപ്പോൾ അധിക നേരം വേവിക്കാതെ
തുറന്ന് വെച്ച് തന്നെ കേട്ടോ വേവിക്കുന്നത്, അടച്ച് വെക്കുന്നില്ല. അധികം ചിക്കനൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, ഒരു 5-6 പീസ് ചിക്കനേ എടുത്തിട്ടുള്ളൂ. പരീക്ഷണമായതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഓക്കെ ആയി. ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ കുറച്ചധികം ചിക്കനിൽ ഉണ്ടാക്കി പരീക്ഷിക്കാം. അപ്പോൾ ഇപ്പോൾ പരീക്ഷണം ആയതുകൊണ്ടാട്ടോ കുറച്ച് ചിക്കൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ തുറന്ന് തന്നെ കേട്ടോ വെക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഇതാ കുറച്ച് വിനാഗിരിയും കൂടെ അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നാരങ്ങാനീരോ വിനാഗിരിയോ ഒക്കെ മതി കേട്ടോ. അപ്പോൾ ഞാൻ നാരങ്ങാനീരില്ലാത്തതുകൊണ്ട് വിനാഗിരി ഒഴിച്ച് കൊടുത്തേ. പിന്നെ നമ്മൾ ഇതാ കറിയൊക്കെ ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. അവസാനം കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ടോ. അപ്പം നമുക്കിനി നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.